ആരോഗ്യകരമായ ഭക്ഷണശീലത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് തൈര്. ദഹനത്തിന് സഹായിക്കുന്ന പ്രോബയോട്ടിക്സ്, കാൽസ്യം, പ്രോട്ടീൻ എന്നിവയുടെ കലവറയാണിത്. എങ്കിലും തൈര് കഴിക്കുമ്പോൾ ചില ഭക്ഷണങ്ങൾ ഒപ്പം ചേർക്കുന്നത് ആരോഗ്യ വിദഗ്ധരുടെയും ആയുർവേദത്തിന്റെയും കാഴ്ചപ്പാടിൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ഈ വിരുദ്ധാഹാരങ്ങൾ ദഹന വ്യവസ്ഥയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചർമ്മരോഗങ്ങൾക്ക് കാരണമാകുവാനും സാധ്യതയുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് മത്സ്യം. മത്സ്യവും തൈരും ഒരുമിച്ചുള്ള ഉപയോഗം ദഹനത്തിന് തടസ്സമുണ്ടാക്കും. ഇവ രണ്ടും പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയ ഭക്ഷണങ്ങളാണ്. വ്യത്യസ്ത തരത്തിലുള്ള ഈ പ്രോട്ടീനുകൾ ഒരേ സമയം ദഹിപ്പിക്കാൻ ശരീരത്തിന് അധിക പരിശ്രമം ആവശ്യമാണ്. കൂടാതെ തൈര് തണുത്ത സ്വഭാവമുള്ളതും മത്സ്യം ചൂടുള്ള സ്വഭാവമുള്ളതുമാണ്. ഇവ ഒരുമിച്ച് കഴിക്കുന്നത് ശരീരത്തിൽ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ട്. മറ്റൊന്നാണ് ഉള്ളി. തൈരിൽ ഉള്ളി ചേർക്കുന്നത് പലർക്കും ഇഷ്ടമാണ്. എന്നാൽ തൈരിന്റെ തണുത്ത സ്വഭാവവും ഉള്ളിയുടെ ചൂടുള്ള സ്വഭാവവും പരസ്പരം വിപരീതമാണ്. ഈ സംയോജനം ശരീരത്തിന്റെ താപനിലയിൽ മാറ്റങ്ങൾ വരുത്തി ചർമ്മത്തിൽ അലർജി, തിണർപ്പ്, മറ്റ് ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം. ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ടതാണ് എണ്ണമയമുള്ള ഭക്ഷണങ്ങൾ. പൂരി, ഭട്ടൂര പോലുള്ള എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾക്കൊപ്പം തൈര് കഴിക്കുന്നത് ഒരു സാധാരണ ശീലമാണ്. എന്നാൽ ഇത് ദഹനപ്രക്രിയയുടെ വേഗത ഗണ്യമായി കുറയ്ക്കും. എണ്ണമയമുള്ള ഭക്ഷണങ്ങൾ ദഹിക്കുവാൻ കൂടുതൽ സമയമെടുക്കുന്നതിനാൽ അവ തൈരിന്റെ ദഹനത്തെയും ബാധിക്കും. അലസത, ക്ഷീണം, വയറുവേദന എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യാം. തൈര് പാലിന്റെ പൊളിപ്പിച്ച രൂപമാണെങ്കിലും ഇവ രണ്ടും ഒരുമിച്ച് കഴിക്കുന്നതും ഒഴിവാക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. രണ്ടും ഉയർന്ന പ്രോട്ടീനും കൊഴുപ്പും അടങ്ങിയതിനാൽ ഒരേ സമയം ഇവ ദഹിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഈ കോമ്പിനേഷൻ വയറുവീർക്കൽ, അസിഡിറ്റി, നെഞ്ചരിച്ചിൽ എന്നിവയ്ക്ക് കാരണമായേക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ഭക്ഷണം നാട്ടിൽ ഏറെയുള്ള മാങ്ങയാണ്. തൈര് ചേർത്ത മാംഗോ ലസ്സി അല്ലെങ്കിൽ മാമ്പഴത്തിന്റെ കഷ്ണങ്ങൾ തൈരിൽ ചേർത്ത് കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. മാങ്ങയ്ക്ക് ചൂടുള്ള സ്വഭാവവും തൈരിന് തണുപ്പുള്ള സ്വഭാവവുമാണുള്ളത്. ഈ വിരുദ്ധ സ്വഭാവങ്ങൾ ദഹനവ്യവസ്ഥയിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുവാനും ചിലരിൽ ചർമ്മപ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുവാനും സാധ്യതയുണ്ട്. ഓറഞ്ച്, നാരങ്ങ, കൈതച്ചക്ക, പുളിയുള്ള സ്ട്രോബെറി തുടങ്ങിയ പുളിയുള്ള പഴങ്ങളും തൈരിനൊപ്പം ചേർക്കുന്നത് നല്ലതല്ല. ഈ പഴങ്ങളിലെ ഉയർന്ന അസിഡിറ്റി തൈരിലെ ലാക്റ്റിക് ആസിഡുമായി പ്രതിപ്രവർത്തിച്ച് ദഹനപ്രശ്നങ്ങൾ, ഗ്യാസ്, അലർജി എന്നിവ വർദ്ധിപ്പിക്കുവാനും സാധ്യതയുണ്ട്. പഴങ്ങൾ കഴിക്കണമെങ്കിൽ തൈര് കഴിക്കുന്നതിന് അല്പം മുൻപോ ശേഷമോ മാത്രം കഴിക്കുന്നതാണ് ഉചിതം.